ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഡാത്മൗത്തിലേക്കാണ്. പുരാതനമായ ഒരു തുറമുഖ നഗരമാണ് ഡാത്മൗത്ത്. കുറേ നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരു വീക്കെൻഡിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആ പോകുന്ന വഴിയെല്ലാം ആസ്വദിച്ച് വരുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീതി കുറഞ്ഞ വഴിയാണ് അങ്ങോട്ടേക്കുള്ളത്, എന്നാലും അതിമനോഹരമാണ് കേട്ടോ. വഴിയിലെ കാഴ്ചകളൊക്കെ കാടിൻ്റെ നടുക്കൂടെ പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് 2-വേ ലൈനാണ് കേട്ടോ, പക്ഷേ ഇത് ഒറ്റ വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പിന്നെ എങ്ങനെ ഇത് 2-വേ ആകുമെന്ന്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ദുർഘടമായൊരു വഴിയാണിത്. സൈഡിലിടയ്ക്ക് നമുക്ക് പാസിംഗ് പ്ലേസൊക്കെ ഉണ്ട്, എന്നാലും എതിരെ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പാസിംഗ് പ്ലേസിൽ ഒതുക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ വഴി റിവേഴ്സ് എടുക്കേണ്ടി വരും കേട്ടോ. പാസിംഗ് പ്ലേസ് കാണുന്നോടം വരെ. ഇത് കണ്ടില്ലേ, നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടല്ലേ. ഇത് 2 വണ്ടിക്ക് പോകാനുള്ള വഴിയാണെന്ന് ഓർക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഡാത്മൗത്ത് നഗരത്തിലെത്തി. നഗരത്തിലെ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് കേട്ടോ. 1147-ലും 1190-ലും നടന്ന കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കാൻ കപ്പലുകൾ ഒത്തുകൂടിയത് ഈ തുറമുഖത്തായിരുന്നു കേട്ടോ. വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച സ്റ്റീം എഞ്ചിൻ നിർമ്മിച്ചത് തോമസ് ന്യൂക്കോമൻ ആണ്. അദ്ദേഹം ജനിച്ചതും ഈ നഗരത്തിലാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഡിവോൺ കൗണ്ടിയിലാണ്. ലോകപ്രശസ്തമായ ബ്രിട്ടാനിയ റോയൽ നേവൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഈ നഗരത്തിലാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നഗരമാണിത്. എവിടെ നോക്കിയാലും ബോട്ടുകൾ കാണാൻ പറ്റും കേട്ടോ. ചെറിയ ബോട്ടുകളും വലിയ ബോട്ടുകളും ആഡംബര ബോട്ടുകളും അങ്ങനെ വേണ്ട എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതുമാത്രമല്ല, ഇന്നിവിടെ ഒരു പ്രത്യേകതയുണ്ട്. ചെറിയ ബോട്ടുകളുടെ റേസ്, അതായത് ടോയ് ബോട്ടുകളുടെ റേസ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് കാണുന്നത്. 4-5 റൗണ്ട് കറങ്ങി വരണം കേട്ടോ. അതിന് പ്രത്യേക ഒരു ലൈനൊക്കെ ഉണ്ട്. അത് ഫ്ലോട്ട് ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാം. ആ ലൈനിൽ കൂടെ മാത്രമേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഏതാണ്ടൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ആൾത്തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്കിത് നല്ലപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഈ ബോട്ടുകൾ ഓടുന്നത് ബാറ്ററി പവറിലാണ് കേട്ടോ. ബാറ്ററി ചാർജ് ചെയ്തിട്ടാണ് ഈ ബോട്ടുകൾ ഇവർ ഈ വെള്ളത്തിൽ ഓടിക്കുന്നത്. കുറച്ചൊക്കെ ഒരു 2 റൗണ്ടൊക്കെ ഓടുമ്പോഴത്തേക്കും ചാർജ് തീർന്ന് കിടക്കുന്ന കാണാം. അതൊക്കെ ഒത്തിരി പഴയതായിരിക്കും. അല്ലാത്തതൊക്കെ മൊത്തം റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ നേരെ അപ്പുറത്തെ കരയിൽ കൂടെ ട്രെയിൻ പോകുന്നതാണ് കേട്ടോ. നമുക്ക് നോക്കി നിന്നാൽ കാണാൻ പറ്റും ഇങ്ങനെ ട്രെയിൻ ആ സൈഡിൽ കൂടെ ഇങ്ങ് പോകുന്നത്. അത് സ്റ്റീം എഞ്ചിൻ ട്രെയിനൊക്കെയാണ് കേട്ടോ പോകുന്നത്. കൂടുതലായിട്ടും എല്ലാവരും ഈ കരയിലുള്ളവർ ബോട്ട് കയറി അപ്പുറത്ത് ചെല്ലും, എന്നിട്ട് അവിടുന്ന് ട്രെയിൻ സഫാരിയൊക്കെ നടത്താറുണ്ട്. നല്ല രസമാണ്. പിന്നെ അപ്പുറത്തെ കുന്നുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ആ വ്യൂ ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ നോക്കി നിന്ന് പോവും, അത്രയും മനോഹരമാണ്. ഈ വെള്ളവും മലകളും ആ കുന്ന് കണ്ടില്ലേ, വീഡിയോയിൽ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുന്നും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടുത്തെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡിൽ കൂടെ അലങ്കരിച്ച് ഇവർ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട തണുത്ത കാറ്റ്. ഇത്രയും നല്ല വെയിലത്തും നല്ല അടിപൊളി കാറ്റാണ്. പിന്നെ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ആൾക്കാർ നടത്തുന്നുണ്ട്. അതിപ്പുറത്തെ സൈഡിലാണ്, അതും നല്ല മനോഹരമാണ്. നമ്മൾ ആദ്യം കയാക്കിങ്ങിനൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും നീന്തലറിയത്തില്ല. കാരണം ഒരു 10 ആൾ താഴ്ചയിലെങ്കിലും കുറഞ്ഞത് വെള്ളമുണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ അങ്ങ് ഉപേക്ഷിച്ചു. നമ്മളിതെല്ലാം കണ്ട് ആസ്വദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ കണ്ട് ആസ്വദിച്ചു. പിന്നെ ഒരു ബോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തെങ്കിലും നമ്മുടെ സമയം നഷ്ടം മൂലം അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. കാരണം നേരത്തെ ബുക്കൊക്കെ ചെയ്തിട്ട് വരണം ബോട്ട് സഫാരിക്ക്. ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുക. ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. സങ്കടങ്ങളെ മാറ്റി നിർത്തുക, സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.